Hello guys, welcome to Biology Aashan. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് PhD ചെയ്യുന്ന കൂട്ടുകാർക്ക് ഉള്ള ഫെലോഷിപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PhD നെ കുറിച്ച് ഇൻട്രോ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഫെലോഷിപ്പിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് UGC ഫെലോഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ആ എക്സാമിൽ നെറ്റ് എക്സാമിൽ ടോപ്പ് റാങ്ക് വരുന്നവർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന 6% പേർക്ക് ആദ്യത്തെ 2 കൊല്ലം JRF ആയിട്ടും പിറ്റത്തെ 3 കൊല്ലം SRF ആയിട്ട് ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ JRF ആയിട്ട് നമുക്ക് ആദ്യത്തെ 2 കൊല്ലം 31,000 പെർ മന്തും അതിനുശേഷം നമ്മുടെ വർക്ക് കൺവിൻസ് ആണെങ്കിൽ നമുക്ക് SRFന് അപ്ലൈ ചെയ്തിട്ട് പിറ്റത്തെ 3 കൊല്ലം SRF ആയിട്ട് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. പിന്നെ പറയാൻ പോകുന്നത് CSIR നെറ്റാണ്. ആ എക്സാമിൽ ടോപ്പ് മാർക്ക് വരുന്ന 6% പേർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. വെൽ കമ്പയറിംഗ് ടു നമ്മുടെ UGCനെ കമ്പയർ ചെയ്യുമ്പോൾ CSIRൻ്റെ എക്സാം കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ അതിൽ JRFന് ആദ്യത്തെ 2 കൊല്ലം 35,000 സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. അതേപോലെ നമ്മൾ ഇതേപോലെ തന്നെ വർക്ക് കൺവിൻസ് ആണെങ്കിൽ പിറ്റത്തെ 3 കൊല്ലം 48,000 സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതാണ് CSIR നെറ്റ്. അടുത്ത് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് തന്നെ പറയാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റെന്യൂമറേഷൻ കിട്ടുന്ന ഫെലോഷിപ്പാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ പെർ മന്ത് ഒരു 70,000 to 80,000 വരെ നമുക്ക് ഫെലോഷിപ്പ് ലഭിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് MScയിൽ മിനിമം 8 CGPA വേണം. അതേപോലെ തന്നെ നമ്മൾ ടോപ്പ് 100 യൂണിവേഴ്സിറ്റി, നമ്മൾ ഇന്ത്യയിലുള്ള ടോപ്പ് 100 യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരായിരിക്കണം. ഉദാഹരണത്തിന് കുസെറ്റ്, IIT, ISER അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലാണ് നമുക്ക് ഇതിൽ കൂടുതൽ ചാൻസുകളുള്ളത്. ഇതിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് റിസർച്ചുകൾക്കാണ് കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഈ ഫെലോഷിപ്പിന് പുറമെ നമുക്ക് ഓരോ കൊല്ലവും 2 ലക്ഷം കണ്ടിജൻസിയും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഫെലോഷിപ്പാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും പല ഉണ്ടാവും. അഗ്രികൾച്ചർ, MBBS, അതേപോലെ സയൻസ് റിലേറ്റഡ്, അങ്ങനെ ഓരോ ഇതിൽ നിന്നും ടോപ്പർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഇത് ഓട്ടോണമസ് കോളേജുകൾക്ക് ബാധകമല്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ ബാച്ചിലാണെങ്കിലും 10 പേരിലെ മിനിമം വേണം. അതിന് കുറവ് സ്റ്റുഡൻസ് ഉള്ള ബാച്ചുകൾക്ക് ഈ ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യണതല്ല. അതിനും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യണതാണ്. 25,000 ഒക്കെയാണ് പറയുന്നത് ഫെലോഷിപ്പായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തത് പറയുകയാണ് DBT ഫെലോഷിപ്പ്. ഇത് ബയോടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റിയ ഫെലോഷിപ്പാണ് DBT ഫെലോഷിപ്പ്. ഇതൊരു 275 സീറ്റ്സോളം ഓരോ ഇതിലും എൻറോൾമെൻറ്റ് നടത്താറുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നതാണ് മൗലാന ആസാദ് ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനോറിറ്റി സ്റ്റുഡൻസ്, ഉദാഹരണത്തിന് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാഴ്സി, സിഖ്, ബുദ്ധ് അങ്ങനെ വരുന്ന മൈനോറിറ്റി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫെലോഷിപ്പാണ് മൗലാന ആസാദ് ഫെലോഷിപ്പ്. ഇതിൻ്റെ ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ UGCനായിട്ടുള്ള ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രയറായിട്ട് നെറ്റിൻ്റെ ക്ലിയറൻസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഞാൻ പറയാൻ പോകുന്നതാണ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ SC-കാർക്ക് പറ്റിയ ഫെലോഷിപ്പാണ് ഈ ഫെലോഷിപ്പിൽ ഒരു 2,000 പേർക്ക് വരെ എൻറോൾമെൻറ്റ് നടത്താവുന്ന ഫെലോഷിപ്പാണ്. പിന്നെ ഈ ഫെലോഷിപ്പിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വല്ല ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒരു 3% സീറ്റ്സ് ബാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും ഇതിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് അങ്ങനത്തെ ഫീൽഡിലൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് എൻട്രൻസ് വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് പോകാം UGC നാഷണൽ ഫെലോഷിപ്പ്. UGC നാഷണൽ ഫെലോഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ less than 6 lakh per annum ഉള്ള, അതിനും കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫെലോഷിപ്പാണ് UGC നാഷണൽ ഫെലോഷിപ്പ്. ഇത് നമുക്ക് സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് അങ്ങനത്തെ ഫീൽഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫെലോഷിപ്പാണ് UGC നാഷണൽ ഫെലോഷിപ്പ്. ഇതിലൊരു 300 സ്ലോട്ട്സ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. 300 സ്ലോട്ട്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓരോ ഇതിലും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്താണ് സ്വാമി വിവേകാനന്ദ ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഗേൾ ചൈൽഡ്, നമ്മളിപ്പോൾ സിംഗിൾ ഗേൾ ചൈൽഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫെലോഷിപ്പ്. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗേൾസും ഒരു 40 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ റിസർവേഷൻ വെക്കുമ്പോൾ SC-കാർക്കൊക്കെ ഒരു 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫെലോഷിപ്പാണ് സ്വാമി വിവേകാനന്ദ ഫെലോഷിപ്പ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ST സ്റ്റുഡൻസ്. അപ്പോൾ ഇത് ST-കാർക്ക് വേണ്ടിയുള്ള ഫെലോഷിപ്പാണ്. ഈ ഫെലോഷിപ്പിന് പണ്ട് രാജീവ് ഗാന്ധി ഫെലോഷിപ്പ് എന്നും പറഞ്ഞിരുന്നു. ഇത് ഷെഡ്യൂൾ ട്രൈബുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പാണ്. ഇതിലൊരു 750ഓളം പേർക്ക് ഇതിൽ എൻറോൾ ചെയ്യാം. ഇതിൽ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്,
ഹ്യൂമാനിറ്റീസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് PhD ചെയ്യാൻ പറ്റും. ഇത് അടുത്ത് പറയാൻ പോണത് നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ളവർക്കുള്ള ഫെലോഷിപ്പാണ്. ഇതിലൊരു 200 പേർക്കോളം നമുക്കിതിൽ എൻറോൾ ചെയ്യാം. ഇതിലും സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ PhD ചെയ്യാം. ഇതിൽ പിന്നെ ഒരു 15% ST-കാർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അതേപോലെ തന്നെ 7% SC-കാർക്കും റിസർവ്ഡ് ആണ് ഈ ഫെലോഷിപ്പിൽ. അടുത്തത് പറയാൻ പോണതാണ് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പിൻ്റെ കീഴിൽ നമുക്കൊരു സോഷ്യോളജി, എക്കോളജി, എൻവയോൺമെൻറ്റ് അങ്ങനത്തെ ഫീൽഡിലൊക്കെ നമുക്ക് PhD ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ഫെലോഷിപ്പിൻ്റെ കീഴിൽ നമുക്ക് ഫെലോഷിപ്പായിട്ട് 18,000 പെർ മന്തും അതുകൂടാണ്ട് 15,000 കണ്ടിജൻസി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അടുത്ത ഫെലോഷിപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത് ICSSR ഫെലോഷിപ്പാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ഈ ജവഹർലാൽ നെഹ്റു ഫെലോഷിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 60% പോസ്റ്റ് ഗ്രാജുവേറ്റിലെ മാർക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ICSSR ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പിൽ നമുക്ക് 45% ഡിഗ്രിയിൽ 45%, അതേപോലെ തന്നെ MSc PGയിൽ നമുക്കൊരു 55% വേണം. പിന്നെ ഈ ഫെലോഷിപ്പിൽ എന്താ പറയുക, നമുക്ക് JRF നെറ്റ് അതേപോലെ MPhil ഉള്ളവർക്കൊക്കെ കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഫെലോഷിപ്പിന് ഒരു കാര്യം കൂടിയാണ്, നമുക്ക് ആദ്യം തന്നെ ഒരു പ്രയർ, നമുക്ക് ഇതിന് മുമ്പ് അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പ് നമുക്കൊരു PhD രജിസ്ട്രേഷൻ വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് അങ്ങനത്തെ ഫീൽഡിലൊക്കെ നമുക്ക് PhD ചെയ്യാവുന്നതാണ്. അടുത്ത ഫെലോഷിപ്പ് പറയുന്നത് IARI ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് നമുക്ക് PG ചെയ്യണ കൂട്ടുകാരന്മാർക്കും ചെയ്യാവുന്നതാണ്. 2 കൊല്ലം അവർക്കപ്പോൾ 7,000 സംതിങ് റുപ്പീസ് ഫെലോഷിപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 12,000 സംതിങ് ഒക്കെ ഫെലോഷിപ്പായിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത ഫെലോഷിപ്പ് ICAR ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പ് നമുക്ക് MSc-കാർക്കും കിട്ടുന്ന 2 കൊല്ലത്തേക്ക് MSc-കാർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 8,000 സംതിങ് അവർക്ക് ഫെലോഷിപ്പ് കിട്ടും. അതേപോലെ തന്നെ PhD ചെയ്യുന്നവർക്ക് 15,000 JRF ആയിട്ടും പിന്നെ 17,000 SRF ആയിട്ടും കിട്ടുന്നതാണ്. അതിനോടൊപ്പം കണ്ടിജൻസി എന്ന ലെവലിൽ ഒരു 10,000 റുപ്പീസും കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഫെലോഷിപ്പ് പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് കീഴിൽ വരുന്ന ഫെലോഷിപ്പാണ്. ഈ ഫെലോഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തിനുള്ളിലുള്ള യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തവർക്കുള്ള ഫെലോഷിപ്പാണ് ഈ ഫെലോഷിപ്പ് നമുക്ക് വേണമെങ്കിൽ PGയിലൊരു 70% മാർക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു 35 ഇയേഴ്സിന് മുകളിൽ പാടില്ല. അപ്പോൾ 35 ഇയേഴ്സിന് താഴെ വരുന്നവർക്ക് ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫെലോഷിപ്പിൻ്റെ കീഴിൽ JRF ആയിട്ട് 31,000 അതുപോലെ തന്നെ SRF ആയിട്ട് 35,000 കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫെലോഷിപ്പിൻ്റെ കീഴിൽ ലൈഫ് സയൻസ്, എർത്ത് സയൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ ആ ഫീൽഡിലൊക്കെ നമുക്ക് PhD ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ പേരുണ്ടാവും എന്ന് വെച്ചാൽ ആദ്യത്തെ PhD ചെയ്യുന്നവർ ആദ്യത്തെ 3 കൊല്ലം യാതൊരു സ്റ്റൈപ്പൻറ്റും ഇല്ലാണ്ട് അവർ PhD 3 കൊല്ലം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന PhD ആണ് SRF ഡയറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് JRF ഇല്ലാണ്ട് SRFന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർക്കൊരു പെർ മന്തിൽ 35,000 റുപ്പീസോളം സ്റ്റൈപ്പൻറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ അവരെ PhDയുടെ വൈവോസി കഴിയുന്ന വരെ അവർക്ക് ഈ ഫെലോഷിപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 2-3 കൊല്ലമായിട്ട് ഫെലോഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് SRF ഡയറക്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് ഫെലോഷിപ്പ് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. നമ്മൾ മാക്സിമം പറ്റാവുന്ന രീതിയിലെല്ലാം ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ MSc ചെയ്യണ കൂട്ടുകാരന്മാർക്കും പിന്നെ അതേപോലെ തന്നെ PhD ചെയ്യണ കൂട്ടുകാരന്മാർക്കും എല്ലാം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ അഡീഷണൽ ആയിട്ട് വല്ല ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസൊക്കെ അതിൽ പറയാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ റംഷ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ഓൺ ബയോളജി ആഷൻ. ബൈ.